നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവാണ്, അതുകൊണ്ടാണ് അവിടെ അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ഇലക്ട്രോണിൻ്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് അവിടെ നെഗറ്റീവ് സൈന് ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വരുന്ന സമയത്ത് ഈ പറഞ്ഞ ഇലക്ട്രോൺ മാഗ്നറ്റിക് ഡൈപോൾ മ്യൂ ഇ വെക്റ്റർ അതിന് മുകളിലൊരു ടോർക്ക് ആക്ട് ചെയ്യും. എന്തിനു വേണ്ടിയിട്ട്? അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിന് പാരലലായിട്ടോ അല്ലെങ്കിൽ ആൻറ്റി പാരലലായിട്ടോ ഈ സ്പിന്നെ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഡൈപോൾ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ആസ് എ റിസൾട്ട് ഈ ഡൈപോൾ എന്ത് ചെയ്യും? പ്രിസൈസ് ചെയ്യാൻ തുടങ്ങും അബൌട്ട് ആൻ ആക്സിസ് ഓഫ് ദ ഫീൽഡ്. പ്രിസൈസ് ചെയ്യുന്നത് ഇറ്റ് ഈസ് വിത്ത് എ പെർട്ടിക്കുലർ ഫ്രീക്വൻസി, പ്രൊസഷണൽ ഫ്രീക്വൻസി. ആ പ്രൊസഷണൽ ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും? അപ്ലൈഡ് ഫീൽഡിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന് ദ എനർജി ഓഫ് ദ ഇലക്ട്രോൺ മാഗ്നറ്റിക് ഡൈപോൾ ഇസ് ഗിവൺ ബൈ E is equal to GE beta B0 ms. Okay, where beta is called the Bohr magnetron and is given by beta is equal to EH bar by 2me അല്ലെങ്കിൽ EH by 4 pi me. ഇവിടെ ബീറ്റയുടെ വാല്യൂ ഇറ്റ് ഇസ് ഗിവൺ ബൈ 9.274 into 10 raised to minus 24 joule per Tesla. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൽ ഇലക്ട്രോൺ സ്പിന്നിന് 2 ഓറിയൻറ്റേഷൻസ് മാത്രമാണ് ക്വാണ്ടം മെക്കാനിക്കലി അലൗഡ് ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അതിന് 2 പോസിബിൾ വാല്യൂസ് ആണുള്ളത്. ഇറ്റ് ഇസ് ഗിവൺ ബൈ MSH ബാർ. അപ്പോൾ ഒരു ഇലക്ട്രോൺ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റിന് 2 എനർജി ലെവൽസ് ഉണ്ട് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ. ആൻഡ് ഇസ് ഗിവൺ ബൈ +12 MS ഈസ് ഈക്വൽ ടു +12 ആൻഡ് MS ഈക്വൽ ടു -12. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീജനറേറ്റ് സ്പിൻ സ്റ്റേറ്റ്സ് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 ഡിഫറെൻ്റ് എനർജി സ്റ്റേറ്റ്സ് ആയിട്ട് മാറും. ഒന്ന് ലോവർ എനർജി ഉള്ളതും മറ്റൊന്ന് ഹയർ എനർജി ഉള്ളതും. സോ അതിൻ്റെ ഡയഗ്രാമാണ് നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാവുന്നത്. ഇതൊക്കെ നമ്മൾ NMRനും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. ഞാൻ അന്ന് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ NMRൻ്റെയും ESRൻ്റെ ഒക്കെ ബേസിക് പ്രിൻസിപ്പിൾസ് സിമിലർ ആണ്. ഒരു ന്യൂക്ലിയസ് ഒരു ഇലക്ട്രോൺ ആ ഒരു വ്യത്യാസമാണ് മെയിനായിട്ടുള്ളൂ എന്ന്. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും വ്യത്യാസമുണ്ട് എന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എനർജിയുടെ ഇക്വേഷനിലേക്ക് കടന്നാലോ. സോ ഓരോ എനർജി ലെവലിലും MSൻ്റെ വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന കറസ്പോണ്ടിങ് 2 എനർജി ലെവൽസ് ആണ്. E is equal to -12 is equal to -12 into GE beta B0. എനർജിയുടെ ഇക്വേഷൻ നമ്മൾ സ്പിൻ വാല്യൂ ആഡ് ചെയ്യണം, MSൻ്റെ വാല്യൂ അപ്ലൈ ചെയ്യണം. അപ്പോൾ E -12 is equal to -12 into GE beta B0. അതുപോലെ തന്നെ E +12 is equal to +12 GE beta B0 എന്ന് കിട്ടും. സോ നമുക്ക് എന്താ പറയുക, ഒരു പർട്ടിക്കുലർ ലെവലിൻ്റെ എനർജി എന്താണ് എന്ന് അറിയുന്നതിനേക്കാളും നമ്മളുടെ ഇൻട്രസ്റ്റ് ഒരു സ്പെക്ട്രോസ്കോപ്പി പഠിക്കുമ്പോൾ നമ്മളുടെ ഇൻട്രസ്റ്റ് ആ എനർജി ലെവൽസ് തമ്മിലുള്ള എനർജി ഗ്യാപ്പാണ്. സോ ദാറ്റ് ഇക്വേഷൻ 5ഉം 4ഉം നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് ഡെൽറ്റ E വാല്യൂ വിച്ച് ഇസ് ഗിവൺ ബൈ ഡെൽറ്റ E is equal to GE beta B0. So equation number 6 and it is clear that delta E is directly proportional to B0 അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന എനർജി ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ്
എന്തിന് പ്രൊപ്പോർഷനാണ്? അപ്ലൈഡ് ഫീൽഡിന് പ്രൊപ്പോർഷനാണ്. സോ നമ്മൾ ആ ഒരു റെസൊണൻസ് കണ്ടീഷനിലേക്ക് വരികയാണ്. ഈ ഒരു കാര്യം നമുക്കൊരു ഡയഗ്രമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ച് ആ ഒരു എനർജി ലെവൽസ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. That is delta E depends upon the strength of the applied magnetic field. Delta E is given by GE beta B0. So by the application of electromagnetic radiation having a frequency that corresponds with the separation between the energy levels and whose magnetic vector component is rotating in the plane perpendicular to the main field, transition between these magnetic energy levels can be induced, and this phenomenon is called electron magnetic resonance or electron spin resonance. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോൺ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറയുന്ന ഈ പെർട്ടിക്കുലർ ഫിനോമിനനാണ് ESR സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും റേഡിയേഷൻ്റെ ഓസിലേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡും അൺപെയ്ഡ് ഇലക്ട്രോണിൻ്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റും തമ്മിൽ ഇൻ്ററാക്ഷൻ പോസിബിൾ ആണ്. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഫ്രീക്വൻസിയും ഇലക്ട്രോൺ പ്രിസൈസ് ചെയ്യുന്ന ഫ്രീക്വൻസിയും രണ്ടും ഈക്വൽ ആകുമ്പോൾ രണ്ടിനെ നമ്മൾ എന്ത് വിളിക്കും? ദേ ആർ ഇൻ റെസൊണൻസ്. അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റൊട്ടേറ്റിംഗ് ഫ്രീക്വൻസിയും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നറ്റിക് കമ്പോണൻറ്റിൻ്റെ ഫ്രീക്വൻസിയും ഇലക്ട്രോൺ പ്രിസൈസ് ചെയ്യുന്ന പ്രൊസഷണൽ ഫ്രീക്വൻസിയും ഈക്വൽ ആവുന്ന കണ്ടീഷനാണ് എന്ത്? റെസൊണൻസ്. ഈ ഒരു കണ്ടീഷനിൽ ഇലക്ട്രോണിൻ്റെ സ്പിന്നിന് റേഡിയേഷനുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യാം. അതുവഴി എനർജി അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുകയോ ചെയ്യുകയും ട്രാൻസിഷൻ ഒരു സ്പിൻ സ്റ്റേറ്റിൽ നിന്ന് അടുത്തതിലേക്ക് ട്രാൻസിഷൻ നടക്കുകയും ചെയ്യുന്നു. സോ ഈ ഒരു പെർട്ടിക്കുലർ ട്രാൻസിഷൻ നടക്കുന്ന ഫ്രീക്വൻസി ഇറ്റ് ഇസ് ഗിവൺ ബൈ ന്യൂ ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച്. ഡെൽറ്റ ഇയുടെ വാല്യൂ നമുക്കറിയാം, വിച്ച് ഇസ് GE beta B0 by H ഹേർട്സ്. ഈ ഒരു ഇക്വേഷനാണ് എന്താ അതിൻ്റെ ബോർ ഫ്രീക്വൻസി കണ്ടീഷൻ അല്ലെങ്കിൽ റെസൊണൻസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻസ് വരുമ്പോൾ ആ എനർജി ഇലക്ട്രോൺ അബ്സോർബ് ചെയ്യുകയും അത് അതിൻ്റെ ഹയർ എനർജി സ്റ്റേറ്റിലേക്ക് എക്സൈറ്റ് ചെയ്യുകയും ആസ് എ റിസൾട്ട് നമുക്ക് സ്പെക്ട്രത്തിലൊരു സിഗ്നൽ കിട്ടുകയും ചെയ്യും. പ്രാക്ടിക്കൽ റീസൺസിൽ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് 0.3 to 0.4 ടെസ്ല ഓർഡറിലാണ് അപ്ലൈ ചെയ്യുന്നത്. ചെറിയൊരു പ്രോബ്ലം നോക്കാം നമുക്ക്. സപ്പോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫീൽഡ് B0 0.34 ടെസ്ലയാണ്. നമുക്കറിയാം ഫ്രീ ഇലക്ട്രോണിൻ്റെ കേസിൽ GE വാല്യൂ 2.0023 ആണ്. സോ അവിടെ അപ്ലൈ ചെയ്യേണ്ട ഫ്രീക്വൻസി എന്തായിരിക്കും? മ്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഇ ബൈ എച്ച് ഓർ GE ബീറ്റ B0 ബൈ എച്ച് എന്ന ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് വാല്യൂസൊക്കെ ഇത് ഇവിടെ കാണിച്ചിട്ടുള്ള പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 9.53 GHz എന്നാണ്. സോ ഈ ഒരു ഫ്രീക്വൻസി ഏത് റേഞ്ചിൽ വരും? മൈക്രോവേവ് റേഞ്ചിൽ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ലൈഡ് ഫീൽഡ് സ്ട്രെങ്ത്തിൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസിന് എന്ത് കൊണ്ടുവരാൻ പറ്റും? ഇലക്ട്രോൺ മാഗ്നറ്റിക് റെസൊണൻസ് എന്ന് പറയുന്ന ഫിനോമിനൻ അവിടെ നടക്കുകയും ട്രാൻസിഷൻ നടക്കുകയും നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ സ്പെക്ട്രത്തിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുള്ളൂ.
കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ NMRൽ ഡിസ്കസ് ചെയ്തത്. ആ ഒരു ചെറിയ വ്യത്യാസം മാത്രം മനസ്സിലാക്കിയിട്ട് NMRും ESRും ബേസിക് പ്രിൻസിപ്പിൾസൊക്കെ നമുക്ക് ഒരൊറ്റ സ്ട്രെച്ചിൽ തന്നെ പഠിച്ചു പോകാൻ പറ്റുന്നതാണ്. So hope the topic is clear. Thank you.